നമ്മുടെ കുട്ടികളിൽ കാണുന്ന അനിയന്ത്രിതമായ ദേഷ്യം, വാശി, ഒരു കാര്യം സാധിച്ച് കിട്ടിയില്ലെങ്കിൽ കിടന്ന് ഉരുളുക, ബഹളം വയ്ക്കുക, ഉറക്ക ബഹളം വയ്ക്കുക. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ കുട്ടികൾ ചെയ്യാനുള്ള കാരണം? ആലോചിക്കേണ്ട വിഷയമല്ലേ. ഞാൻ ഡോക്ടർ ശ്രീകുമാർ നമ്പൂതിരി, പത്തനംതിട്ട ഓമല്ലൂർ വേദഗ്രാം ഹോസ്പിറ്റലിലെ കുട്ടികളുടെ വിഭാഗം ഡോക്ടറാണ്. ഇത്തരം പ്രോബ്ലമായിട്ട് കുട്ടികളെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ശരിക്കും ഇത് പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഒരുപക്ഷെ അത് കുട്ടിയുടെ ഉള്ളിലുള്ള ചെറിയ അപസ്മാരം പോലെയുള്ള പ്രശ്നങ്ങളാവാം, പേരൻറ്റിങ്ങിൽ വന്നിട്ടുള്ള ചില പിഴവുകളിൽ നിന്ന് കുട്ടിക്കുണ്ടാകുന്ന ബിഹേവിയർ, പെരുമാറ്റ പ്രശ്നമാവാം. കുട്ടിയെ ഇത് പഠിച്ചാലേ നമുക്കത് മനസ്സിലാവും. പക്ഷേ ഇതിന് സ്വീകരിക്കേണ്ട സമീപനം എന്ന് പറയുന്നത് അടി, ദേഷ്യപ്പെടുക, പിടിച്ചു കെട്ടിയിടുക മുതലായ കാര്യങ്ങൾ കൊണ്ടൊന്നും നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റില്ല. ആദ്യമായി വാശി പിടിക്കുമ്പോൾ ഒരു കുട്ടിക്ക് ഒരു കാര്യം സാധിച്ചു കിട്ടിയാൽ അതേപോലെ വാശി പിടിച്ചാൽ ഇനിയും ആ കാര്യം വേറെ ഏത് കാര്യവും സാധിച്ചു കിട്ടുന്ന കുട്ടിയെ നമ്മൾ പഠിപ്പിക്കലാവും. കുട്ടികളുടെ അടുത്ത് നോ പറയേണ്ട അടുത്ത് നോ പറയാൻ നമ്മൾ പഠിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും കൃത്യമായ അതിനെ പഠിച്ചിട്ട് അതിനുള്ള പരിഹാരം, ചിലതിന് മരുന്ന് വേണ്ടി വരും, ചിലതിന് മരുന്നൊന്നും വേണ്ടി വരില്ല. പഠിച്ച് അതിന് പരിഹാരം ഉണ്ടാവുക എന്നുള്ളത്, ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് സംശയമില്ല. അത് ആ പെരുമാറ്റ രീതി വേര് പിടിക്കുന്നതിന് മുന്നേ വേണമെന്ന് മാത്രം. താങ്ക് യു.